ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സങ്കല്പശക്തി വളരെ കൂടുതലാണ്. ജനിക്കുമ്പോൾ തന്നെ കലാപരമായിട്ടുള്ള കഴിവ് ഇവർക്ക് നന്നായിട്ടുണ്ട്. കർമ്മയിൽ നന്നായിട്ട് വിശ്വസിക്കുന്നവരായിരിക്കും ചിത്തിര നക്ഷത്രക്കാര്. പക്ഷെ പലപ്പോഴും ഇവർക്ക് ദുർവിധികൾ മാത്രമേ ചിത്തിര നക്ഷത്രക്കാർക്ക് കൂടുതലും ഉണ്ടാവാറുള്ളൂ. നിങ്ങൾക്ക് പ്രണയ നൈരാശ്യം ഉണ്ടാവും, ക്ലേശങ്ങൾ ഉണ്ടാവും, അതിനൊക്കെ ഉയർച്ച ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. പണം ഉണ്ടെങ്കിൽ നിങ്ങളെ താർക്കാൻ ആർക്കും കഴിയുകയുമില്ല. ഏത് ജാതകക്കാർക്കും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് സ്പെഷ്യലാണ്. മെയ് മാസത്തിൽ നിങ്ങൾക്ക് ആശങ്കകൾ വളരെ കൂടുതലാണ്. അയ്യോ അതെന്താവും, ഇതെന്താവും, അങ്ങനെ എന്താവും, ഇങ്ങനെ എന്താവും എന്നുള്ള ചിന്തിങ്ങും ഓവർ തിങ്കിങ്ങും ഒക്കെ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ബന്ധങ്ങളിൽ കുറെ അസ്വസ്ഥത ഉണ്ടാവും. പുറമെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളും ഇങ്ങനെ നീറി നീറി പുകഞ്ഞും കൊണ്ടിരിക്കുന്ന ഒരു മാസമായിരുന്നു മെയ്. ഇതിനെല്ലാം ജൂൺ മാസത്തിൽ എന്തായാലും വിരാമം ഇടും. പക്ഷെ ജൂൺ പകുതിയായിട്ടും നിങ്ങൾക്ക് അതിനൊരു വിരാമം ഇല്ലെങ്കിൽ ഈ ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ വരയ്ക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അങ്ങനെ അവസാനിക്കണം. നിങ്ങൾക്ക് ഉയരണമെങ്കിൽ ഈ ജൂൺ 5 ആവുമ്പോഴേക്കും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടും ലാഭം നന്നായിട്ട് തന്നെ ഉണ്ടാകും. അതുമാത്രമല്ല, അവസരങ്ങൾ, പുതിയ അവസരങ്ങൾ എന്തായാലും തുടക്കം കുറിക്കും. അത് നല്ല ലക്ഷണമാണ്. ജൂൺ 19 വരെ നിങ്ങൾക്ക് കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ജൂണിൽ കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ചിത്തിര നക്ഷത്രക്കാർക്ക് പൊതുവെ സാമർത്ഥ്യം കൂടുതലാണ് എന്നുള്ളത് നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ജൂണിലും കുറച്ച് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു ഗ്രോത്ത് എന്തായാലും ജൂണിലുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം നിങ്ങൾ എന്തായാലും കുറിച്ച് വെച്ചിട്ടുണ്ടാവും. അതെന്തായാലും നടപ്പിലാക്കാൻ നിങ്ങൾക്ക് ജൂണിൽ സാധിക്കും. റിലേഷൻഷിപ്പ് എടുത്തു നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പിൽ ഭയങ്കര പാഷനേറ്റ് ആയിരിക്കും. എനിക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കണം എന്നുള്ള തോന്നലുണ്ടാവും. അതെന്തായാലും നടക്കുകയും ചെയ്യും. നല്ലൊരു കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ജൂൺ 6-നും 10-നും ഇടയ്ക്കാണ് ഞാൻ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മറ്റേ പുതിയൊരു ഇന്നോവേഷനും നിങ്ങൾ ഉണ്ടാവുക. അതുപോലെ ജൂൺ 25-നും 30-നും ഇടയ്ക്കാണ് നിങ്ങൾക്ക് എന്തായാലും സക്സസ് ഉണ്ടാവുക. ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 6:30 വരെ അവൈലബിൾ ആയിരിക്കും.